നമസ്കാരം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ വീടുകൾക്ക് വില കൂടിയ ഒരു മാർക്കറ്റ് ബ്രിസ്ബൺ മാർക്കറ്റാണ്. ഏകദേശം 81% ഇവിടെ വീടുകൾക്ക് വില കൂടിയത്. അതുകൊണ്ട് തന്നെ ബിഗിനിങ് ഇൻവെസ്റ്റേഴ്സിന് ഈ മാർക്കറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ വീട് മേടിക്കണം, വേറൊരു സ്ഥലത്തു നിന്നാണ് നിങ്ങൾ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്ത് വരുന്നത്, അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഡീലുകളാണ് നിങ്ങളിവിടെ നോക്കേണ്ടത്. അങ്ങനെ ഒരു ഡീലാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ വീട് 624 മീറ്റർ സ്ക്വയർ കോർണർ പ്ലോട്ട് ലാൻഡും 239 മീറ്റർ സ്ക്വയറിൽ ഒരു പ്രീമിയം ഇൻക്ലൂഷൻസ് ഉള്ള കാര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത്. 2.7 ആണ് എല്ലാ വീടുകൾക്കും സീലിംഗ് ഹൈറ്റ് പ്രീമിയമായിട്ട് ആൾക്കാർ പറയുന്നത്. ഇവിടെ 2.74 മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും ആക്സസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രീമിയം വീടിന് 1.1 മില്യനാണ് ഇവിടുത്തെ വില, മാർക്കറ്റ് വാല്യുവേഷൻ. പക്ഷേ ഈ വീട് നമുക്ക് 1 മില്യൻ്റെ താഴെ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫ് മാർക്കറ്റിലാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീടിൻ്റെ ഓണർക്ക് അർജൻറ്റായിട്ട് വീട് വിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡീലുകൾ നിങ്ങൾ ഏത് ഗ്രോയിങ് മാർക്കറ്റിൽ എടുത്താലും നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിലൂടെ ഇൻസ്റ്റൻറ്റ് ഇക്വിറ്റി എടുക്കാൻ പറ്റും. ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഉടനെ ഞാൻ കാണിച്ചു തരാം. നന്ദി, നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. വീടിൻ്റെ ഒരു വൈഡ് ഫ്രണ്ടേജ് ഞാൻ ആദ്യം കാണിക്കാം. ഈ വീഡിയോ ഞാൻ കുറച്ച് സ്പീഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ കാണാം കോർണർ ബ്ലോക്കാണ്, ഫെൻസ് ചെയ്തിട്ടുണ്ട്, ഫെൻസിനൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, സൈഡ് ആക്സസ് ഉണ്ട്. അത് വീടിൻ്റെ എൻട്രൻസിലേക്ക് പോവാം. എൻട്രൻസ് വഴി നമ്മൾ വീടിൻ്റെ വൈഡ് എൻട്രി കാണുന്നുണ്ട്. 2.74 ആണ് സീലിംഗ് ഹൈറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് ഒരു പൗഡർ റൂമുണ്ട്, അപ്പോൾ എക്സ്ട്രാ ഒരു ടോയ്ലറ്റും കൂടെ വരും. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. ഫ്ലോർ കാർപ്പറ്റഡ് ആണ്, റോബ് മിറേർഡാണ്, അപ്പോൾ ബിൽട്ടൺ റോബ് മിറേർഡാണ്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. കാർപ്പറ്റ് പോലെ ഇതുപോലെ കാണാം, മിറേർഡ് റോബ് കാണാം. ഇതൊരു ബെഡ്റൂം ആണെങ്കിലും ഒരു ഓഫീസ് റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ടോയ്ലറ്റ്, ബാത്റൂമും. അപ്പം അതിൻ്റെ ഇൻക്ലൂഷൻ നമുക്ക് കാണാം. ടൈൽ ടു ദ സീലിംഗ് ആണ്. അതുപോലെ പ്ലാന്റേഷൻ ഷട്ടറുണ്ട്. ഇത് ഒരു ബെഡ്റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പൗഡർ റൂമിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു വാഷ് ബേസിൻ എക്സ്ട്രാ ഉണ്ട്. അതുപോലെ ഗ്യാരേജ് പ്രത്യേകിച്ചൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അവർ. ഫ്രിഡ്ജ് അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതൊരു ലിവിങ് റൂമാണ്, പക്ഷേ ഒരു ബെഡ്റൂമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് തൽക്കാലം. അത് കഴിഞ്ഞ് അടുക്കളയും 30 mm ആണ് ബെഞ്ച് ടോപ്പ് വരുന്നത്. അത് കഴിഞ്ഞ് ബട്ട്ലസ് പാർട്ടറി ഇവിടെയുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് കാണാം ഒരു എക്സ്ട്രാ സിങ്ക് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ സിങ്ക് ഇവിടെയുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ പോകുമ്പം ലോണ്ട്രി ഏരിയ ആണ്. അത്യാവശ്യം വീതിയും ഒക്കെ ഉണ്ട്. പുറത്തേക്കുള്ള ആക്സസ് അവിടെ കാണാം. ഇനി വിശാലമായ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. ഇനിയിപ്പം ബാത്റൂമിലേക്ക് പോയി കഴിയുമ്പോൾ അത് 2 വാനിറ്റി ഉണ്ട്. ടോയ്ലറ്റ്, ബാത്റൂം, ടൈൽസ് ടു ദ സീലിംഗ് ആണ്. വോക്കിൻ റോബ് കാണാം, അടിപൊളി. ഇനി പുറത്തേക്ക് പോകാം. ഡൈനിങ് ഏരിയ ആണിത്. അത്യാവശ്യം സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാനുള്ളൊരു സ്ഥലമുണ്ട് അവിടെ. പിന്നെ ഒരു ലിവിങ് സ്പേസ്. പുറത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം സ്ഥലമുണ്ട്. ശ്വാസം മുട്ടാതെ ജീവിക്കാനുള്ള സ്ഥലമുണ്ട്. 2 സ്ഥലത്ത് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു സൈഡ് ആക്സസ് ഉണ്ട്. അതുപോലെ അങ്ങോട്ട് നോക്കുമ്പോഴും നല്ലൊരു സൈഡ് ആക്സസ് ഉണ്ട്. നല്ലൊരു വീട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.